അവിടെ ഒരു 9:30 മണി രാത്രിയാവുമ്പോൾ അവിടെ വർത്തമാനം കേൾക്കാം, മുറിമിച്ച കേൾക്കാം, കള്ളിന്റെ കുപ്പി തിന്നുന്ന മദ്യപാനത്തിന്റെ മേഖല അവിടെ അല്ലേ. അവശിഷ്ടം എൻ്റെ പറമ്പിലും പേപ്പർ ഷാപ്പിൽ നിന്നോ എവിടുന്നോ കൊണ്ടുവന്ന് ആരാന്ന് നമുക്കറിയത്തില്ല. ഞാൻ 7 മണിയാകുമ്പം കഥ കടയ്ക്കും. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, സ്ത്രീയാണ്. മക്കളൊക്കെ പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പയ്യപ്പാടി മുണ്ടയാക്കൽ റോഡിൽ ചേരാമ്പരിപ്പടി പുതുവയൽ റോഡിൻ്റെ ആണ്. റോഡ് സൈഡിലൊരു കണിയാമ്പറമ്പിൽ കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആൾ ഒരു 200 വാഴ വെച്ചിട്ടുണ്ടായിരുന്നു. ആ വാഴയിൽ 10-30 അടുത്തോളം സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ 5-ാം വാർഡിലാണ്. ഇവിടുത്തെ വാർഡ് മെമ്പർ മോനിച്ചൻകുറ്റിപ്പുറം ഇവിടെയുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം. പിന്നെ മെമ്പറാ നമുക്കറിയാം. ഇത് തന്നെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് ഇവരിവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാരാണ്. ഇന്ന് രാവിലെ വന്ന് നോക്കിയപ്പോഴത്തേനും ഒരു 26 വാഴയോളം ചെറിയ വാഴ ചവിട്ടിയിട്ടിരിക്കുക. കഴിഞ്ഞ ചവിട്ടി നശിപ്പിച്ചിരിക്കുക. ഇവിടെ സ്ഥിരമായിട്ട് പരിപാടി ഉണ്ടെന്ന് ഈ വീട്ടുകാർ ഇവിടെ സ്ഥലവാസികളെല്ലാം പറയുന്നുണ്ട്. മദ്യപാനത്തിന്റെ ലക്ഷണമൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ടച്ചിങ്ങിന്റെ ഇത് മെയിൻ റോഡ് സൈഡ് അല്ലേ? ഇതിനകത്ത് മുഴുവൻ വാഴ കൃഷിയാണോ? 2 വർഷങ്ങളായിട്ട് അവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് വെച്ചിട്ട് എത്ര നാളായതാ? ഇത് വെച്ചിട്ട് ഇപ്പം ഈ ചെറിയ വാഴയല്ല 3 മാസമേ ഉള്ളൂ. മറ്റേ വലിയ വാഴ ഉണ്ടായിരുന്നു, അത് 6 മാസമാണ്. അതുവരെ ചവിട്ടി കളഞ്ഞിരിക്കുകയാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് കിട്ടുന്നത് അതിൻ്റെ അകത്ത് കിട്ടുന്ന പൈസ കൊണ്ട്. പിന്നെ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഒരു പിള്ളേരെ വളർത്തുന്ന നമുക്കറിയാം, എനിക്കറിയാം. ഒരു കൃഷി ചെയ്യുന്ന അതുപോലെ കഷ്ടപ്പെട്ടല്ലേ ഇവർ ചെയ്യുന്നത്. നശിപ്പിക്കുക എന്ന് പറയുന്നതിന് മലയാളത്തിൽ പറഞ്ഞാൽ ഇതിനൊക്കെ കൂടിപ്പോകും. നമുക്ക് ചാനലിൽ കൂടെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇത് വന്നിട്ട് പരാതി കൊടുത്തത്. ഞാൻ പോലീസ് സ്റ്റേഷൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബീറ്റ് പോലീസിനെ അടയ്ക്കുക. മറ്റേ അവരുടെ പെട്രോളിംഗ് ഇല്ലേ, പെട്രോളിംഗ് വൈകുന്നേരം വിടാം. അല്ലെങ്കിൽ പരാതി കൊണ്ട് എഴുതി കൊടുക്കാൻ പറയും. അപ്പം നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പരാതി നമുക്ക് ഇതിപ്പം പിന്നെ കൃഷിക്ക് ഇപ്പം പഞ്ചായത്താണ് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ MLA കാണാൻ വേണ്ടി കൃഷിക്കാരെല്ലാം വന്നിട്ട് അവർക്കൊക്കെ ഒരുപാട് ഇത് നാശനഷ്ടത്തിന് കൊടുക്കാനുണ്ട്. പക്ഷെ ഒന്നും പൈസ ഇല്ല, സർക്കാരിന്റെ ഇല്ല, കൊടുക്കാനുണ്ട്. 26 പുറകെ നടന്നു കഴിഞ്ഞാൽ പരാതി കൊടുക്കുന്നതിന്റെ അല്ല പറഞ്ഞു, ഇതൊന്നും ആവർത്തിക്കരുത്, മേലെ ആവർത്തിക്കരുത്. അതാണ് നമുക്ക് മെയിനായിട്ട് ഇത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക ചെയ്യാതെ യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ പിന്നെ അതൊക്കെ കാണിച്ചു. നമ്മൾ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഉണ്ടല്ലോ ആറാട്ടുകാരെ തണ്ണിമത്തം മോഷിച്ചുകൊണ്ട് പോയി, അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കയറി ഒന്ന് കാണാം. പയ്യപ്പാടി കവലയിൽ നിന്ന് മുണ്ടിയാക്കൽ പോകുന്ന സ്ഥലത്ത് പുതുവയൽ ജംഗ്ഷന് തൊട്ട് സമീപത്ത് തന്നെയാണ് കണിയാമ്പറമ്പിൽ കൊച്ചുമോൻ്റെ കൃഷിസ്ഥലം. ഏതാണ്ട് 200 വാഴയോളം വെച്ചതാണ്. അതിൻ്റെ അകത്ത് 10-30 വാഴയടുത്തോളം ചവിട്ടി നശിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഇന്നലെ രാത്രിയിൽ സംഭവിച്ചതാണ്. അതുതന്നെയല്ല, ഇവിടെ പരസ്യമായിട്ടുള്ള മദ്യപാനവും ഒക്കെയുണ്ട്. നാട്ടുകാർ തൊട്ട് സമീപത്തൊരു പ്രായമുള്ള ഒരു അമ്മച്ചി മാത്രമാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നത്. അവരിപ്പോൾ ഇവിടുത്തെ ബഹളം കേട്ടോണ്ടൊന്നും അവർക്ക് ഇറങ്ങത്തില്ല. രാത്രിയിലൊക്കെ വെളിയിൽ ഇറങ്ങാൻ അവർക്ക് പേടിയാണ്. വാഴയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സഹിക്കത്തില്ല. കാരണം നമ്മളിപ്പോൾ ഒരു വാഴയൊക്കെ 1 വർഷം എടുക്കും, ഒരു വാഴയൊക്കെ കൃഷി ചെയ്ത് അതിൻ്റെ ആദായം കിട്ടാൻ വേണ്ടി എന്തുമാത്രം പൈസ മുടക്കിയ. കർഷകരെ സംബന്ധിച്ച് ഇവർക്ക് കഷ്ടപ്പെടുന്നതിൻ്റെ യാതൊന്നും കിട്ടുന്നില്ല. ആ സമയത്താണ് ഇതുപോലുള്ള തോന്നിവാസം കൂടെ കാണിക്കുന്നത്. ഒരു പ്രാവശ്യമെങ്കിലും ഏതെങ്കിലും ഒരു വാഴ കുഴിച്ചു വെച്ചവനാണ് ഒരിക്കലും ഇത് കാണിക്കത്തില്ല. അല്ലാത്തവനൊക്കെ കാണിക്കത്തുള്ളൂ. കള്ളും കുടിച്ചിട്ട് ഇങ്ങനെയുള്ള തോന്നിവാസം കാണിക്കത്തുള്ളൂ. ഇതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും ഇവനൊക്കെ മണ്ണിൻ്റെ അകത്ത് പണിയണം, എന്നാലും അവനൊക്കെ അറിയത്തുള്ളൂ. കളയാൻ എന്തു എളുപ്പമാണ്. അതുപോലെ പോലീസ് അധികാരികളുടെ കൊണ്ട് ശ്രദ്ധിക്കുക. ഇത് പയ്യപ്പാടി കവല വരെയൊക്കെ പോലീസ് വരുന്നുണ്ട്. അവർ ഈ സ്ഥലം കൂടെ ഇങ്ങോട്ട്, എനിക്കൊന്ന് പാമ്പാടി സെക്ഷനാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് അങ്ങനെ പോലീസുകാരുടെ വലിയ ഇതില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കട്ടായങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നത്. ഉണ്ടോ, ചവിട്ടി ഓടിച്ചങ്ങിട്ടേക്കുക, മൊത്തം നശിപ്പിച്ച് അതുപോലത്തെ ആക്കിയിട്ടിരിക്കുക. 3 മാസം പോലും ആയില്ല വെച്ചിട്ട്. ഉണ്ട് ഇവിടെ ഇഷ്ടംപോലെ കുപ്പികൾ. ഇവിടെ മദ്യപാനം ഉണ്ടെന്നുള്ളതിൻ്റെ തീർച്ചയാണ്. കാരണം അതിനുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്.
അവിടെ ഇരുന്ന് കള്ള് കുടിക്കുകയും അവിടുത്തെ ഇത് തന്നെ നശിപ്പിക്കുകയും കൂടെ ചെയ്യാന്ന് പറയുമ്പം മറുപടി പറഞ്ഞാൽ ശരിയാകത്തില്ല. ഈ സ്ഥലത്തിനോട് ചേർന്നാണ് ഒരു വീടും കൂടെ ഉണ്ട്. അവിടെ പ്രായമുള്ളൊരു സ്ത്രീ മാത്രമേ ഉള്ളൂ. അവരുടെ മക്കളെല്ലാം വിദേശത്താണ്. അപ്പം അവരുടെ പരാതിയും കൂടെ നമുക്കൊന്ന് കേൾക്കാം. ആ അവിടെ ഒരു 9:30 മണി രാത്രിയാവുമ്പോൾ അവിടെ വർത്തമാനം കേൾക്കാം, ഒരുമിച്ച കേൾക്കാം. കള്ളിന്റെ കുപ്പി തിന്നുന്ന മദ്യപാനത്തിന്റെ മേഖല അവിടെ അല്ലേ. അവശിഷ്ടം എൻ്റെ പറമ്പിലും പേപ്പർ ഷാപ്പിൽ നിന്നോ എവിടുന്നോ കൊണ്ടുവന്ന് ആരാന്ന് നമുക്കറിയത്തില്ല. ഞാൻ 7 മണിയാകുമ്പം കഥ കടയ്ക്കും. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു, സ്ത്രീയാണ്. അമ്മച്ചിയുടെ മക്കളൊക്കെ അമ്മച്ചി 3 പിള്ളേരാണ്, വിദേശത്ത്. ആ ശരി. അമ്മച്ചി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ വൈകിട്ട് വെളിയിൽ ഇറങ്ങാൻ മേലാത്തൊരു സാരല്ല. നമുക്കിതിപ്പം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടോളും. ഞാനിവിടെ 2-3 പേരോട് ഇതിലേ പോണ ഇതിന് ഇപ്പം ഈ കള്ളു കുടിക്കുന്ന നമ്മുടെ ഇവിടെ മേഖലയിലുള്ള പിള്ളേർ സെറ്റിനോട് ഞാൻ പറഞ്ഞു, ഇവിടെ എന്തോ സംഭവം നടക്കുന്നുണ്ട്, ഞാൻ പോലീസിൽ അറിയിക്കും. ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന, എനിക്ക് പേടിയാണ്, ഞാൻ അറിയിക്കുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയൊന്നും ഇല്ല. ആരാ എന്താന്നൊക്കെ അവർ ആരും ഇല്ലെങ്കിൽ നല്ല കാര്യം. അതെ അതെ. പക്ഷെ അത് ഇനി ഇത് മുന്നോട്ട് ആവർത്തിക്കാതിരിക്കാൻ നോക്കണ്ട. അല്ല, അത് കൊടുക്കാം. നമുക്ക് രേഖാമൂലം പരാതി കൊടുക്കാം പോലീസിന്. എനിക്ക് പിന്നെ ഈ ഒച്ചയും ബഹളും ഞാൻ അനക്കം കേൾക്കുമ്പോൾ ജനലിക്കൂടി എഴുന്നേറ്റ് ഈ ലൈറ്റ് ഇട്ടിരിക്കുക, ജനലിക്കൂടെ നോക്കും. വഴി വല്ലവരും ആരെയും കണ്ടിട്ടില്ല. അവരെല്ലാം ഇപ്പൊ ഇത്രയും വാഴ നശിപ്പിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. വാഴ നശിപ്പിച്ച മനുഷ്യൻ എന്നും വരുന്നതായിരുന്നു. പിന്നെ വാഴയൊക്കെ കളയുക എന്ന് പറയുന്നത് പണിയെടുക്കുന്നവർക്ക്. പിന്നെ അതെ അതെ. 3 മാസം 2-3 മാസം അല്ലേ, രണ്ടാമത്തെ വളമിട്ട് ഇട്ടോ അവർ. നമ്മളത് പോലീസ് അധികാരികളുടെ ശ്രദ്ധപ്പെടുത്തിക്കോളാം കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക്. ഇതിലെ വന്നപ്പോ എന്നോട് പറഞ്ഞു, അമ്മ അവിടെ കള്ളുകുടിയന്മാര് ഛർദ്ദിച്ചും തൂറിയുമൊക്കെ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഇപ്പൊ വീട്ടിൽ ആണുങ്ങളുണ്ടല്ലോ, രാത്രി മെനക്കെടാൻ പറ, ആരാന്നാ അവരെ കണ്ടുപിടിക്കേ. എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. പോലീസ് പയ്യപ്പടി വരെ വരുന്നില്ല, എന്നും വരുന്നല്ലോ. ഇങ്ങോട്ട് വരുന്നുണ്ടോ പോലീസ്? ഇങ്ങോട്ട് അങ്ങനെ വരവില്ല. അതിപ്പോ നമുക്ക് എങ്ങോട്ടും കൂടെ പറയാം. പാമ്പാടി പോലീസ് സ്റ്റേഷൻ അല്ലേ?